ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങളുടെ ഫാമിലിയിൽ 3 പേരുടെ ബർത്ത്ഡേ നമ്മൾ ഇന്നൊരു ദിവസം ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ബിനിലേട്ടൻ, പിന്നെ എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും ബർത്ത്ഡേ സെയിം ഡേറ്റ് ആണ്. എന്തൊരു ലക്കിയാണല്ലേ, ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ബർത്ത്ഡേ ഒരേ ഡേറ്റ് വരുന്നത്. ഞങ്ങൾ പണ്ട് മുതലേ ഇതൊരു സ്പെഷ്യൽ ഡേ ആയിട്ട് ആഘോഷിക്കാറുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ ബിനിലേട്ടൻ്റെയും കൂടി ബർത്ത്ഡേ ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത്. ബിനിലേട്ടൻ്റെ ഒക്ടോബർ 15 അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഒക്ടോബർ 20 ആണ്. അപ്പൊ എല്ലാവർക്കും പറ്റാവുന്ന ഒരു ഡേറ്റ് ഞങ്ങൾ തീരുമാനിച്ച് ഒരുമിച്ച് ഞങ്ങളൊന്ന് ആഘോഷിക്കുവാണേ. ഇത് കണ്ടില്ലേ, നമുക്ക് ചെറിയ കേക്ക് കട്ടിങ് ഉണ്ട്, പിന്നെ വെള്ളവടി, കുക്കിങ്, അങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ആഘോഷം. ഇതാട്ടോ ഞങ്ങളുടെ ഒരു വൈബ്. എല്ലാവർക്കും പേഴ്സണലി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാൽ പിന്നെ അതൊരു വൈബാണ്. നമുക്ക് പിന്നെ മറ്റു കാര്യങ്ങളെ പറ്റി ഒന്നും ചിന്തയില്ല, എൻജോയ്മെന്റ് അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് 3 ബർത്ത്ഡേ ആൾക്കാരും കൂടി തമ്മിൽ കേക്കൊക്കെ ഷെയർ ചെയ്യുകയാണ്. അപ്പൊ അപ്പച്ചനൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേക്കണേ, എന്റെ ബർത്ത്ഡേയുടെ കേക്ക് അങ്ങനെ ആയിരിക്കും ഞാൻ കൊടുക്കൂല എന്ന്. ഏത് മൂഡ് അപ്പച്ചനെ അറിയാതെ പറ്റിയതാണ്. പിന്നീട് തമ്മിൽ ഷെയർ ചെയ്ത് കേക്കൊക്കെ കഴിച്ചു. എന്നാൽ അതൊരു ഫണ്ണി മൊമെന്റും ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ നമ്മളെ ബർത്ത്ഡേ ആയിട്ട് ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ബിരിയാണിയുടെ ഒരു പ്രിപ്പറേഷൻ ഏകദേശം ലീഡ് ചെയ്യുന്നത് ഞാനാണ്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഇടയിൽ കൂടി അവിടെ ബിരിയാണിയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ ഞങ്ങൾ എല്ലാവരും കൂടി ബിരിയാണി കഴിച്ചു. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല, ബിരിയാണി അത്യാവശ്യം നല്ലതായിരുന്നു. അതിന്റെ ഒരു ഹോണസ്റ്റ് റിപ്ലൈ അല്ലെങ്കിൽ റിവ്യൂ നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കാം. എല്ലാരും നോക്കിയേ, പറഞ്ഞു പറയിപ്പിച്ചതാണെന്ന് തോന്നാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആണല്ലേ. എന്തായാലും സംഭവം മൊത്തം കളറായി. എല്ലാവർക്കും അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിരിഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.